ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയാൽ തിരുജനനത്താൽ അവിടുന്ന് പൂജാതനായതുകൊണ്ട് മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടങ്ങൾ ഒന്ന്, അവൻ നമ്മുടെ ഭയം മാറ്റി. രണ്ട്, നമുക്കൊരു രക്ഷകനെ കിട്ടി, ഒരു രക്ഷിതാവ് നമുക്കുണ്ടായി. അത് ദൂതൻ പറയാ, ഞങ്ങൾക്കല്ല നിങ്ങൾക്കായിട്ടാ. സ്തോത്രം. നമുക്കൊരു രക്ഷിതാവ് ഉണ്ടായി. ദൂതന്മാർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം നമുക്കാ ലഭിച്ചത്. സ്തോത്രം. ദൂതന്മാര് നമ്മുടെ സഹഭൃത്യന്മാരാ, സേവകാത്മാക്കളാ. അതിലും ശ്രേഷ്ഠത തന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു രക്ഷിതാവ് പൂജാതനായി. സ്തോത്രം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പഴയ മാമൂല് കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷകനാകുന്ന യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. അതിന് 5 പൈസ മുടക്കണ്ട. ഭൗതിക വസ്തു, അരി കൊണ്ട് കൊടുക്കണ്ട, തുണി കൊണ്ട് കൊടുക്കണ്ട. യേശു വെച്ചിട്ട് തുണിയുണ്ട്, അത് എടുത്തോണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. യേശുവെ 2 ചാക്ക് അരി ഇട്ടിരിക്കുക, അതെടുത്തോണ്ട് എന്നെ അങ്ങ് രക്ഷിക്കണം. യേശുവിന് അരിയും വേണ്ട, തുണിയും വേണ്ട. യേശു 2 പൂവൻ കോഴിയുണ്ട്, അതങ്ങ് സ്വീകരിച്ചോണ്ട് യേശുവിന് കോഴിയും പിടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട. സ്തോത്രം. ആടും വേണ്ട, പോത്തും വേണ്ട, കാളയും ഒന്നും വേണ്ടെന്ന്. യേശുവിന് നിന്നെ മതി. നിന്റെ ഉള്ളത്തിലേക്ക് വരാനാ അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്. അതിന് ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, സ്വോത്രകാഴ്ചയും വേണ്ട. എന്നാൽ പിടിപ്പണം അങ്ങ് സ്വീകരിച്ച് എന്നെ ഒന്ന് രക്ഷിക്കണം. ആ കാര്യം ഒരു കർത്താവിന് നിന്ന് ആവശ്യമില്ല. സ്തോത്രം. കർത്താവിന് നിന്നെ ആവശ്യം. നിന്റെ ഹൃദയത്തിലേക്ക് വരാനാ യേശു ഇഷ്ടപ്പെടുന്നത്. ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കൈയൊന്നും പൊക്കിയില്ലെങ്കിലും ഇരുന്നുകൊണ്ട് പറ, യേശുവെ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് മാത്രമാ രക്ഷകനെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും? അവര് യേശു രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് പോകണമല്ലോ. കൃത്യസമയത്ത് യോഗം നിർത്തണം. എന്നെ പറ്റി ചിലർക്കൊരു ധാരണ, അയാൾ സമയത്തും കാലത്ത് വന്ന് നിർത്തുകയല്ലെന്ന. ഏറെക്കുറെ ശരിയാ. ചിലർ പിന്നെ നമ്മുടെ യോഗത്തിന് വരുമ്പോഴേ അങ്ങനെയുള്ള ചിന്തയോടെ വരുന്നതും. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ എന്തായാലും ഇന്ന് നോക്കട്ടെ 9 നിർത്താവുമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു രക്ഷിതാവുണ്ടായി. 3, ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് ലഭിച്ച, മനുഷ്യവർഗത്തിന് ലഭിച്ച 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഇരുട്ട് മാറി. കാരണം അവിടെ രാത്രിയിൽ എന്നാ കൊടുത്തിരിക്കുന്നത് 8-ാം വാക്യത്തിൽ, അങ്ങനല്ലേ? അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ. അപ്പൊ രാത്രിയിലായി സംഭവം നടക്കുന്നത്. രാത്രിയിൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഒരു തേജസ്സെ ചുറ്റി മിന്നി. അങ്ങനല്ലേ 9-ാം വാക്യത്തിന്റെ ഒടുവില്. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവരെ തേജസ് അവരെ ചുറ്റി മിന്നി. അപ്പോൾ സ്തോത്രം. 3-ാമത്തെ വിശേഷത, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന 3-ാമത്തെ നേട്ടം, ഇരുട്ട് മാറി. ഇത് രാത്രിയിലാ സംഭവിക്കുന്നത്. സ്തോത്രം. രാത്രിയിലെ സംഭവമാ. ആ രാത്രിയിൽ ഒരു തേജസ് ചുറ്റി പ്രഭ മിന്നി എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി, വെളിച്ചമുണ്ടായി. ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന നേട്ടം എന്നാണെന്നറിയാമോ? ഇരുട്ട് മാറി. എത്രയെത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിപ്പപ്പെട്ട് ഹൃദയമെല്ലാം അന്ധകാര നിബിഡമായി ദുശ്ചിന്തയും പകയും പിണക്കവും വൈരാഗ്യവും ക്രോധവും കോപവും ഈർഷ്യയും ജ്ഞാനചങ്കയും പകയും ഒക്കെ വെച്ച് ആ ഇരുളിന്റെ ശക്തികൾ, ഇരുട്ടെന്ന് പറഞ്ഞാൽ അവൻ പിശാച. ഇരുട്ട് 3 വിധത്തില. 1, ഇരുട്ട് പിശാച, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി. അങ്ങനെ 2, ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണ്. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാണ്. അതില്ലയോ അവനെ എല്ലാം കൂടെ പിടിച്ചു കെട്ടി പ്രത്യരവനെ വരിഞ്ഞു കെട്ടി പൈരന്തേണ്ടി
ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വെച്ചു. അപ്പൊ ഇത് സൈമൺ സാറിന്റെ വരികളാണ്. ഞാനാന്ന് ഇപ്പൊ സൈമൺ സാറിനെ പറ്റി പറയുന്ന ചിലർക്ക് ഇഷ്ടവുമല്ല. സ്തോത്രം. എന്നാ നിന്റെ കാര്യം അങ്ങ് പറയാം. നീ ഇതുപോലൊരു വരി എഴുതിത്താ. നിന്റെ വല്യപ്പൻ നോക്കി ആവുകയല്ല. നീ എന്നെ ചിരിക്കുന്ന നിനക്ക് എഴുതാവും ഇതുപോലെ. എന്റെ കൂടെ വന്ന ആളൊക്കെ കാര്യം കൂടെ വന്നാലും കാര്യമൊക്കെ ഞാൻ ചോദിക്കും. എന്നെ കൊണ്ടൊക്കത്തില്ല. ഷിനുവിനെ കൊണ്ടൊക്കുവോ? സൂപ്പാശ കൊണ്ടൊക്കുവോ? ഒക്കത്തില്ല. ഒക്കുവോ? എഴുതിയത് പാടിയിട്ട് നമ്മൾ ഒക്കുന്നില്ല. അപ്പൊ സാറ് നല്ല പ്രയോഗമാണ്. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വച്ചോടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും രാജാത്മജ വിരുന്നതിൻ വിവരം. രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം. രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം. രാജാത്മജ വിരുന്നതിൻ വിവരം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയാൽ മനുകുലത്തിന് കൈവന്ന മൂന്നാമത്തെ നേട്ടം ഇരുട്ട് മാറി. ആ ഇരുട്ട് മൂന്ന് വിഷയത്തെ കാണിക്കുന്നു. ഒന്ന് പാപം, സ്തോത്രം. രണ്ട് പിശാച്, മൂന്ന് നരകം. പാപത്തിന്റെ അധീനതയിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും അവൻ രക്ഷിപ്പാനാ യേശു ഇവിടെ അവതരിച്ചത്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ആ പാപികളായ മനുഷ്യനെ രക്ഷിപ്പാൻ ആ പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു. അവിടുത്തെ പാപമില്ല, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. യാതൊരു ഊനമില്ല, കളങ്കമില്ല, അകൃത്യമില്ല, അപാകതകളില്ല. എത്ര കോടതി മാറി മാറി വിധിച്ചിട്ടും യാതൊരു കുറ്റവും പാപവും കണ്ടില്ലല്ലോ. പീലാത്തോസ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വിസ്തരിച്ചു. ഒടുവിൽ പുള്ളി കൊടഞ്ഞേച്ച് വെള്ളമെടുത്ത് കൈ കഴുകിയേച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ സാക്ഷ്യപ്പെടുത്തുക പരിശുദ്ധനാ, നീതിമാനാ. അങ്ങനെയുടെ ഭാര്യയ്ക്ക് രാത്രി സ്വപ്നവും ദർശനവും വന്നേച്ച് രാവിലെ വന്ന് പറഞ്ഞ് എല്ലാവരുടെയും കയറി തോണ്ടുന്നത് പോലെ ആ നീതിമാനും ദോഷമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുത്. മേടിക്ക് വന്ന് പിന്നെ മേടിച്ചെന്ന ആ ചരിത്രമൊക്കെ വന്ന അയാള് ആയുസ് തീരുന്ന വരെ കൈകടി കണക്കുകയായിരുന്നു. എനിക്കൊന്ന് പുള്ളിക്ക് കോവിഡ് ആയിരുന്നു ഒന്നൊരു. വെള്ളം കണ്ട ഉടനെ പുള്ളിക്ക് സ്തോത്രം. ദോഷമൊന്നും ഒപ്പിച്ചേക്കരുത്. നീതിമാന, സ്തോത്രം. ക്രൂശിക്കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ അമ്മ രണ്ടുകൂടെ ആദ്യം പറഞ്ഞു. ഒടുവിൽ ഒരുത്തൻ വല്ലാതെ കണ്ട് പറഞ്ഞവൻ മറ്റവന് ബോധം ഉണ്ടായി. അവൻ പറഞ്ഞു, ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ എഴുതിയിട്ടില്ലെന്നുള്ളത്, അതൊക്കെ അതിന്റെ ആശയം. ആണി അടിച്ചിട്ട് നിനക്ക് ഒതുക്കം വരുന്നില്ലേ? അല്ല, നമ്മളോട് വങ്ങന ഈ പ്രശ്നമെല്ലാം വന്നിട്ട് നീ ഒതുങ്ങുന്നില്ലേ?
നിനക്ക് ശ്വാസം മുട്ടല്ല, എന്നാലും മരുമകളോട് ജനലെ പിടിച്ചോ, നിന്നെ തള്ളയെ ഒതുങ്ങ്. ഞാൻ തമാശ പറഞ്ഞതല്ല. എടാ, ഇത് ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലേ? നിന്റെ കൊച്ചൻ നിന്നെ അനുസരിക്കുന്നില്ല. പെങ്കൊച്ച് വേറൊരുത്തനുമായിട്ടൊരു ധാരണ നിൽക്കുക. അമ്മാമ്മ എന്നെ മുഖം ചുളുക്കുന്നു. അമ്മാമ്മ ചുളുക്കണ്ടെന്ന് വേറെ ആൾക്കാർ ഏറ്റെടുത്തോളൂ. അമ്മാമ്മ ഇത് മുഴുവൻ ഏറ്റെടുക്കുന്നേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ ഇതിനകത്ത് കാണും. ഇനി ഇവിടെ ഇല്ലെങ്കിൽ ഓൺലൈനിൽ കാണും. മുഴുവൻ തൂതും ഏറ്റെടുക്കണ്ട. പുറകിൽ നോക്കുന്നത് ഞാൻ അമ്മാമ്മയാന്ന്. അമ്മാമ്മയ്ക്ക് അമ്മ ഏറെ തരാം. കഴിയട്ടെ. നിന്റെ മോൻ നിന്നെ അനുസരിക്കുന്നില്ല. മോള് അങ്ങനെ. ഭർത്താവിന്റെ സ്വഭാവവും പൊതുവി പറയാനൊക്കത്തില്ല. എന്നിട്ട് നീ അടുത്തുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കുക. ഒതുങ്ങുന്നില്ലേ ആണി അടിച്ചിട്ടും? അതൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. അവനവനൊന്ന് തന്നെത്താൻ ശോധന ചെയ്യുക. നിനക്ക് ശാരീരിക ക്ഷീണവും വൈകാരിക അസ്വസ്ഥതയും, എന്നാ നീ അങ്ങ് ഒതുങ്ങണ്ടേ? പിന്നെയും പ്രാർത്ഥനയ്ക്ക് വരുമ്പം വേറൊരാളെടുത്തിട്ട് ഇന്ധനടിക്കുക. എന്നെ ഇന്നലെ സൂസമ്മ വരാൻ നടുവേദനയായിരുന്നു. മാമ, എനിക്ക് ഡോക്ടർ പറഞ്ഞത് ഡിസ്കിനൊരു, എന്നാൽ ആ ഡിസ്ക് വെച്ചോണ്ടാ മറ്റവനിട്ട് പാര വെക്കുന്നത്. ഉണ്ടോ? ഒതുങ്ങുന്നില്ലല്ലോ. എടാ, വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? ഇല്ല. വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയില്ല. ഭയങ്കര വീടുമൊക്കെ പണിത് സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ മിക്കയിടത്തും ഭയങ്കരം വീടങ്ങോ. പിള്ളേർ അമേരിക്കയിലും ഗൾഫിലും പേർഷ്യയിലും ഒക്കെ പോയി ഇഷ്ടം പോലെ കാശ് ആയിക്കോട്ടെ. ഭയങ്കരം വീട് പണിത് 2-3 നില പണിത് ഭയങ്കര മതില്, എരിഹോ മതില് പോലെ മതില് കെട്ടി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താടുമൊക്കെ ഇട്ട് പൂട്ട് വാല് മുറിച്ച 2 പട്ടി, ഒരു കൂർക്ക കറി വെക്കുന്നതല്ല. അതിനെല്ലാം വെച്ച് ഭയങ്കര രാജകീയമായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. അന്നേരം നാട്ടെ ഡാമും എല്ലാം കൂടെ അങ്ങോട്ട് തുറന്നു, മഴയെല്ലാം കൂടെ പെയ്ത്. അത് വെള്ളം എങ്ങനെ പൊങ്ങിയെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. വെള്ളം പൊങ്ങി. ആടിക്ക് വെള്ളം ഇങ്ങോട്ട് വന്ന വെള്ളത്തിന് വല്ലോ നിന്റെ മതിൽ വിഷയമാണോ? അയ്യോ, എൻ്റെ മോൻ അമേരിക്കൻ അയച്ച കാശിന് പടുന്ന മതിൽ ആടിച്ച് തൂത്തോട്ട് കളഞ്ഞു വെള്ളം. കളവനും ചാടി മണ്ട കയറി. അവിടെ കയറിയപ്പോൾ വെള്ളം കയറി അങ്ങ് നിറഞ്ഞെന്നേ. ഒടുവിൽ കഥക് അടയ്ക്കാനും മേലെ തുറക്കാനും മേലെ. കണ്ടതല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു തള്ളയും തന്തേനും കൂടെ ഹെലികോപ്റ്റർ പൊക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് പോയി. തള്ള പറഞ്ഞ് വസ്ത്രം പോലും ചൊരിക്ക് ധരിച്ചില്ലെന്ന്. ഇതൊക്കെ കണ്ടതും കേട്ട കാര്യങ്ങളാ. എന്നിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? അത് കഴിഞ്ഞപ്പോൾ പുറകെ കോവിഡ് വന്നു. ആ വന്നപ്പോ ഇച്ചിരി ഒരു കരണ പോലൊക്കെ തോന്നി. ഇല്ലില്ല. ഈ പൂച്ച പുറകോട്ട് മാറുമ്പോൾ നമ്മൾ ഓർക്കുന്ന പേടിക്കുകയെന്ന. അല്ലല്ല, അത് ശക്തിയോടെ മുന്നോട്ട് ചായാന്. അതിനാ ഇതെല്ലാം വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിന്റെ ജീവിതത്തിൽ വന്നത്. എന്നിട്ട് നീ മറ്റുള്ളവനെ ദുഷിക്കുകയും പഠിക്കുകയും അവന് പാര വെക്കുകയും ദോഷോപ്പിക്കുകയും ചെയ്യല്ലേ? അല്ലേ? കൊച്ചുങ്ങൾ നാലെണ്ണം അമേരിക്കയിലും കാനഡയിലും അതൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നല്ല കാര്യം. ആരും അന്വേഷിക്കുന്നുമില്ല. വയ്യാതെ കിടന്നാൽ ആരുമില്ല. എന്നാൽ ഉള്ള വസ്തുവില് ഒരു 5 സെന്റ് 3-4 ഏക്കറുണ്ട്, നല്ലത്. എന്നാൽ ഒരു 5 സെന്റ് കൂടെയുള്ളൊരു വിശ്വാസിക്ക് കൊടുത്താലോ? വസ്തുവും വീടും ഇല്ലാത്തവന്. അവനോട് പറ, നിങ്ങൾ അവിടെ ഒരു ചെറിയ വീട് വെക്ക. ഒക്കെന്തെങ്കിലും സഹായം ചെയ്യാൻ ഒക്കെന്തെങ്കിലും ചെറിയ വീടിനുള്ളത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പിന്നെ ആർത്തിയാ വെട്ടിപ്പിടിക്കാൻ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ളൂ. ക്രൂശിൽ കിടന്ന് പറഞ്ഞു, മിണ്ടാതി കേട്ടാ മുടിഞ്ഞോനെ, ആണി നിറച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലേ? എടാ, നമ്മൾ തെറ്റ് ചെയ്തിട്ടാ ഈ ആണിയെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ നാവടക്ക്. ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തന് ബോധം വന്നിച്ച് പറഞ്ഞു, അവിടുന്ന് നീതിമാന. യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയാൽ മനുഷ്യവർഗത്തിന് വന്ന നേട്ടങ്ങൾ: 1, നമ്മുടെ ഭയം മാറി. ദൈവത്തിന് സ്തോത്രം. 2, നമുക്ക് ഒരു രക്ഷിതാവുണ്ടായി. 3, ഇരുട്ട് മാറി. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ട്, ആ ഇരുട്ട് ജീവിതത്തിന്റെ ഇരുട്ട് പിശാചിനെ കാണിക്കുന്നതാ. ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാ. ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാ. നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്. ആ ഇരുട്ട് മാറ്റി. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്.
നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും തലവേദനയായി അടിച്ച് കോൺതെറ്റി ഓടെ കിടക്കുക. അവിടെ കിടക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, നമ്മുടെ പാപ്പച്ചൻ അവിടെ കിടന്ന്, അത് ഞങ്ങളുടെ ഇടവകയിലെയാണ്. കാരണം കയ്യാലേക്കും കനാലിന് ഇടയ്ക്ക്, അതാ ഇടവക. പറ കയ്യാല്, പറ കനാലും, ഇതിനിടയിലാ പാപ്പച്ചൻ കിടക്കുന്നത്. അന്നേരം പറഞ്ഞ ഞങ്ങളുടെ ഇടവകപ്പെട്ട ആട്ടെ ഇടവക. അങ്ങനെ ഇടവക കിടന്ന പാപ്പച്ചനായിപ്പം ഈ വകയുടെ അല്ല ഇടയെ വന്നത്. പാപ്പച്ച സ്വോത്രം പറവാച്ച. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റി യേശു നിന്റെ ഉള്ളത്തിൽ വന്നു. ഇന്ന് രാത്രി നിന്റെ ജീവിതം ആത്മകത്തേക്കൊന്നും നീ ഒരുങ്ങണ്ട. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി യേശു കൂടെ വന്നിട്ടുണ്ട്. എന്തിന്? നിന്റെ ഇരുട്ട് മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ സ്തോത്ര തകർച്ച മാറ്റുവാൻ യേശു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. നീ ആ കർത്താവിനായി സമർപ്പിക്ക്. ജീവിതത്തിന്റെ ഇരുട്ട് മാറും, കുടുംബത്തിന്റെ അന്ധകാരം മാറും. യോ ഭാർഗവീ നിലയം പോലെ കിടന്ന് എത്രയെത്ര വീടുകള് നമ്മൾ എന്ന് സുവിശേഷം പറഞ്ഞ് രക്ഷകനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആമൻ വെച്ച കഞ്ഞി കുടിക്കാൻ പാടില്ലാതെ എന്നും ആലോചിക്കും. കലമെടുത്ത് തല്ലിപ്പൊടിച്ച് ചട്ടിയും കലവും മേടിച്ച് തള്ളമാരുടെ ഊപ്പാട് വന്ന് എന്നും അവറാച്ചം വന്ന് അടിച്ചു പൊട്ടിക്കുക. കൊച്ചുങ്ങൾ നോക്കി നിൽക്കുക, യോറും പറ്റുമെന്നും കിട്ടുകയില്ല. പിന്നെ പൊട്ടിയ മംഗലത്തിന്റെ വക്കിനകത്തിരുന്ന യോറ് കൊച്ചുങ്ങൾ പെറുക്കത്തുണ്ട്. ഇപ്പോഴത്തെ കുറച്ചുകൂടെ പുറകോട്ടായി പറഞ്ഞത് ഇല്ലേ? എത്ര കുടുംബം ചിന്നമ്മയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് ആടിച്ചത്. ചിലത്ത് ചിന്നമ്മ തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ ഇവിടെ പണ്ടൊരു സഹോദരി വന്നപ്പം വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ തല്ലുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പേടിയാ? ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ എന്നെ അടിച്ചു, കൂടത്തോളത്തി അടി. ഞങ്ങൾക്കൊരു തള്ളയുണ്ടായിരുന്നു. അവിടെ സഭയെ വന്നത്. അപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞു, ഇച്ചിരി ഇപ്പം ക്ഷീണമായെന്നാണ് ഞാൻ നേരത്തെ കാര്യമാണ്. ഞാൻ അമ്മച്ചി, നമ്മുടെ ഒരു പാസ്റ്റർ ചോദിച്ചു, അമ്മച്ചി ഭർത്താവിനെ തല്ലിയിട്ടുണ്ടാകുന്ന ഒറ്റയടിക്ക് താഴെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അബദ്ധ ഇല്ല, അടിച്ചില്ല, ഞാൻ അടിക്കാൻ ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അജ്ഞാത കാലത്ത്. അപ്പൊ ഞങ്ങളത് വെച്ചോണ്ട് ചോദിച്ചു, അമ്മച്ചി ഭർത്താവിനെ അടിച്ചെന്നാ ഇങ്ങനെ നാട്ടിൽ ഒറ്റയടിക്ക് ഞാൻ താഴെ ഇട്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, പിന്നെ പുള്ളിക്കാരി കിടന്നത് അബദ്ധമായില്ല പറഞ്ഞു, ഇല്ല അടിച്ചില്ല, അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ അയാൾ നല്ലുകൊണ്ട് ഊപ്പാട് വന്നത്, അത് വേറൊരു വിഷയം. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അതാ ഇരുട്ട്. അന്യോന്യം അടിയും ബഹളവും കേസും കോടതിയും. കുഞ്ഞുങ്ങൾ പരക്കം പാകിയത് അയ്യോ എന്നും വിളിച്ച് അയലത്തെ വീട്ടിലാണ് ഓടിക്കേറിയത്. അപ്പുറത്തെ അമ്മാമ്മ കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി കഞ്ഞി കൊടുത്തു. ഈ കുടുംബത്തിൽ എന്നും അലോഗ്യമാ, പ്രശ്നമാ, എന്നും വൈതരണികളാ. പക്ഷേ സുവിശേഷത്തിന്റെ ദിവ്യ വെളിച്ചം ആ വീട്ടിൽ വന്നു. യേശുവിന്റെ വെളിച്ചം ആ വീട്ടിൽ ചെന്നു. ആ വീടിന്റെ അന്ധകാരം മാറി. ആ വീട്ടിൽ ഇപ്പോൾ സന്ധ്യയ്ക്ക് അലോകവും വിളക്കും ചട്ടിയും കലവും തല്ലിപ്പൊട്ടിക്കുകയല്ല. ആമ കുമ്പനാട്ടിൽ നിന്ന് തമ്പേറ് മേടിച്ച് എല്ലാവരുടെ വട്ടമിട്ടിരുന്ന് തമ്പേറടിച്ച് പാട്ട് പാടുക. ഇതാണ് ഇരുട്ട് മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്രയെത്ര കുടുംബങ്ങൾക്ക് വിടുതല കിട്ടി. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് യേശു. അതിന് തീർത്ഥയാത്രയും തീർത്ഥാടനം ഒന്നും നടത്തണ്ട. തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും പോകണ്ട. തെള്ളിനിടെ കയറി നിന്റെ കയ്യും കാലും ഒടിയുകയും വേണ്ട. നിന്നെ ചവിട്ടിയിട്ടേച്ച ഒരാൾ കയറി പോകുകയും വേണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പ്രാർത്ഥിക്കും, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റണം. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളവനാ നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ ക്രിസ്തുവേശുവിന്റെ തിരുപ്പുറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടം, മൂന്നാമത്തെ നേട്ടം ഇരുട്ട് മാറി. വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട്. മദ്യപിച്ചും പുകവലിച്ചും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു വെക്കണം നടന്ന അവൻ സഹോദരൻ താണ്ട മാന്യമായിട്ടിരിക്കുന്നു. പണ്ടിവന്റെ ചുണ്ട് കണ്ടാൽ വറകലം പോലും തോറ്റുപോകും.
ഉള്ള കഞ്ചാവെല്ലാം കൂടെ അടിച്ച് വീടിയെല്ലാം കൂടെ വലിച്ച് അടിച്ച് കവളിരുന്നത് സോഡാക്കുപ്പി പോലെ, പഴയ സോഡാക്കുപ്പി, പട്ട് സോഡ കണ്ടിട്ടില്ലേ? പട്ട് സോഡ കണ്ടിട്ടില്ലേ? നിങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് വന്നതാ ഈ യോഗത്തിന് വേണ്ടി. ഇന്നലെ വൈകിട്ട് മോൻ കണ്ടിട്ടുണ്ടോ വട്ട് സോഡ? വട്ട് സോഡ കാണാൻ സാധ്യത ഉണ്ടല്ലോ. ഗോലി സോഡ, ആ ഗോലി, ആ വട്ട്. അമക്കി വെച്ച് ആ വട്ട് സോഡയുടെ കവള് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ആയിരുന്നു പണ്ട്. കാരണം വലിച്ചു വിട്ടല്ലേ ഇവിടുന്ന് കവളും കുഴിഞ്ഞ് കണ്ണും കുഴിഞ്ഞ് കവള് പൊട്ടി പല്ലും തേക്കൽ, രാവിലെ പല്ല് പോലും തേക്കാല തിന്നെ കുത്തി വലിച്ചങ്ങോട്ട് വിട്ടേച്ച് ഒരു കപ്പ് ചായ. എന്നെ നാടാ, പല്ലും തേക്കുകയില്ല, കുളിക്കുകയില്ല. ഏല പണ്ടത്തെ കാലം. എന്നാൽ യേശു ഉള്ളത്തി വന്നപ്പോൾ രാവിലെ എഴുതുന്ന ദിനചര്യകളെല്ലാം കഴിഞ്ഞേച്ച് അവൻ വട്ടമിട്ട് പാട്ട് പാടും. വെളുപ്പിനെ ആദ്യം ദൈവത്തിന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കും. സ്തോത്രം. എന്തുക്കളല്ല ദൈവ മകത്വത്തിനോട് ആവോളം പുകഴ്ത്തുന്നു. ലാവണ്യ നാദമോട് ആവോളം പുകഴ്ത്തുന്നു. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ. നീ മനമേ ഉണർന്നു സ്തുതിക്കാം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട് മാറ്റിയ മാർഗമാ ക്രിസ്തു. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുമ്പോൾ കഴിവുള്ളവനാ യേശു. യേശുവിന്റെ തിരുപ്പറവയാൽ അവൻ ഇരുട്ട് മാറി, ദേശത്തിന്റെ ഇരുട്ട് മാറി. അമ്പിപ്പോയിട്ട് ഇരുട്ട് മാറ്റാൻ കഴിവുള്ളതാ ക്രിസ്തു. അതിരാവിലെ ദൈവമുഖത്തേക്ക് നോക്കണം, സ്വർഗത്തിലേക്ക് നിന്റെ കൺകൾ ഉയർത്തണം, രാവിലെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇരുട്ടുള്ള കാലത്ത്, അന്ധകാരമുള്ള കാലത്ത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല, അലോക്യവും മഴക്കും അടിപിടിയും കേസും. എന്നാൽ യേശുവാകുന്ന ദിവ്യ വെളിച്ചം നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീടിന്റെ അന്ധകാരം മാറി. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറ്റുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. ദേശത്തിന്റെ അന്ധകാരം മാറും, രാജ്യങ്ങളുടെ അന്ധകാരം മാറുകയല്ലേ. ഈ കേരളത്തിൽ എന്തെല്ലാം അന്ധകാരമായിരുന്നു. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, വെള്ളത്തുണി എടുത്തോണ്ട് റോഡിൽ കൂടെ നടക്കാനൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് എല്ലാവർക്കും. അത് അവര് മെയിൻ ആൾക്കാരൊക്കെ വെള്ളത്തുണി എടുത്തോണ്ട് നടക്കും. നിങ്ങളുടെ വല്യപ്പൻ വല്ല വെള്ളത്തുണി എടുത്താൽ പറിച്ച് ഊരോട്ട് കളയും, അല്ല തേമ്പും കിട്ടും. ഒക്കത്തില്ല. കെടികെട്ടിയ, ഇപ്പം ക്രൈസ്തവ പാരമ്പര്യം പറയുന്ന കെടികെട്ടിയ ആൾക്കാർ തന്നെ ചുട്ടിത്തോർത്തും തൊപ്പിപ്പാളയാ. പഴയ വല്യപ്പന്റെ ഫോട്ടോ നോക്കിക്കേ, സമ്മതിക്കുകയല്ലായിരുന്നു. ഇതുപോലെ വെളുത്ത തുണിയൊന്നും കൊടുത്ത് സാധാരണക്കാർക്കും സാധുക്കൾക്കും ഒന്നും നടക്കാനൊക്കത്തില്ല. അതൊക്കെ അവർക്കാ പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ അന്ധകാരമായിരുന്നു. പള്ളിക്കൂടത്തിലൊരു പെങ്കൊച്ചനെ ഇരുത്തിയെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഇപ്പോഴല്ല, പണ്ട് അന്ധകാരമാണ്. അയിത്തം ഒന്നിച്ചൊരു പന്തിയിൽ ഇരിക്കുകയല്ല, കല്യാണത്തിന് ഒന്നിച്ചിരിക്കുകയല്ല, കെട്ടുകയല്ല, കൂട്ടുകയല്ല, വാടിക്കുകയല്ല. ഇല്ലേ, കേട്ടിട്ടില്ലേ? അതുകൊണ്ടല്ലേ ആശാൻ തോന്നക്കല്ലേ ആശാന് നല്ല വരികളല്ലേ എഴുതിയത്. ഒട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പൊ അന്ന് ഭയങ്കര ആയുധമാണ്. എല്ലാവർക്കും ഒന്നും ദൈവത്തെ ഭജിക്കാൻ അനുവദിക്കുകയല്ല. അതുകൊണ്ട് മഹാനായ ശ്രീനാരായണ ഗുരു അവർകള് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഒരു കല്ലെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അതറിഞ്ഞോണ്ട് വലിയ പുള്ളിക്കാർ ഓടി വന്നു.
തല്ലാനും കൊല്ലാനുമായി വന്നത്. പിന്നെ പുള്ളി യുക്തിക്ക് മറുപടി പറഞ്ഞു. ആരോട് ചോദിച്ചുകൊണ്ടാണ്? അറിയാമല്ലോ. പുള്ളി പറഞ്ഞു, ഇത് ഈഴവരുടെ ശിവനാന്ന് പറഞ്ഞു. അപ്പം താറം മാച്ച് വന്നവൻ പറഞ്ഞ് നമ്മുടെ അല്ല അവരുടെയാന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ശിവൻ അപ്പുറം ഇരിപ്പുണ്ട്, അത് നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഈഴവ ശിവനാന്ന് പറഞ്ഞു. അയിത്തം ആ കാലത്തൊക്കെ അവരൊക്കെ ഒത്തിരി ആ വിധത്തിൽ അനുഭവിച്ചവരാ. ധാരാളം പേര് തൊട്ടുകൂടാത്തവര് തൊട്ടാലുടനെ പോയി കുളിക്കും. ഇപ്പൊ ഒരെണ്ണം കുളിക്കുന്നില്ല, തപായത്തിന് പോലും കുളിക്കാതെ മറ്റേ ഇതെല്ലാം കൊണ്ട് കുളിക്കാതാന്ന്. എല്ലാവരുടെയും കാര്യമല്ല. രണ്ട് സഹോദരിമാര് വഴി കൂടെ പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ തന്നെ ഇല്ലെന്ന് വേദപുസ്തകം വായിച്ച് ഇങ്ങനെ നോട്ട് തയ്യാറാക്കുക. അന്നേരം വഴി റോഡ് അടുത്ത റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവുക. ഞാൻ അവിടെ ഇരിക്കുന്ന കാണുന്നൊന്നുമില്ല, പക്ഷെ ഉറക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കേൾക്കാം. ഒരാൾ പറഞ്ഞു, ഞാൻ ഒത്തിരി നാൾ കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് കുളിച്ചെന്ന്. അയ്യാഴിയൊന്നും അല്ല. ചിലര് രാവിലെ 5 മണിക്ക് പോകും പള്ളിയിലെ, മിക്കതും കുളിക്കുകയല്ല, കിടന്ന കിടപ്പി. ആ കാര്യത്തിന് ഹൈന്ദവ സ്നേഹിതന്മാരെ ബഹുമാനിക്കണം, അവരെ അഭിനന്ദിക്കണം. കുളിക്കാതെ ഒരെണ്ണം അമ്പലത്തിൽ കയറുകയല്ല. എന്നാ നിങ്ങൾക്കൊരു അരുതാഴിയ പോലെ? അതായത് ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത്ര നല്ലതല്ല, എന്നാലും അങ്ങ് പറയാം. ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളലാന്ന്. സത്യം പറയുന്നതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഹൈന്ദവ സ്നേഹിതന്മാരെ നോക്കിക്കേ, അവര് ക്ഷേത്ര ദർശനത്തിൽ നിർമാല്യമൊക്കെ പ്രായമുള്ള വല്യമ്മ വരെ കുളിച്ചേ പോവുള്ളൂ. എൻ്റെ വല്യമ്മ ഇപ്പോഴും ഉണ്ട്, വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കും. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ചെന്നു, 106 വയസ്സുണ്ട്. ഞാൻ ചെന്ന് കണ്ട് കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുളിച്ചോ? ആ, വെളുപ്പിനെ കുളിച്ചെന്ന് പറഞ്ഞു. ഞാൻ കൊച്ചമ്മ ഉപ്പാപ്പൻ്റെ ഭാര്യ, ഞാൻ ചോദിച്ചു ചൂടുവെള്ളത്തിലാ? പിന്നെ പച്ചവെള്ളത്തിലാ കുളിച്ചെന്ന് പറഞ്ഞു. 106 വയസ്സുണ്ട്. രാവിലെ പച്ചവെള്ളത്തിൽ കുളിച്ചെന്ന്. നിങ്ങൾ പറയാ തളയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, കുളിച്ചെന്ന് നനഞ്ഞിരുന്നാൽ മതി, ഞങ്ങൾക്ക് എന്തെല്ലാം ജോലി. ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളത് ദിവ്യ വെളിച്ചമാകുന്ന യേശു. ഇന്ന് രാത്രി ആ യേശുവിനെ ദേശത്ത് ഉയർത്ത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്ത്. ദേശത്തിന്റെ അന്ധകാരം മാറും, രാജ്യത്തിന്റെ അന്ധകാരം മാറും. അതാ ഞാൻ പറഞ്ഞ, കേരളത്തിൽ അന്ധകാരനിബിഡമായ അന്തരീക്ഷമായിരുന്നു. റോഡിൽ കൂടെ പട്ടിക്ക് നടക്കാൻ, മനുഷ്യനെ നടക്കാൻ മേല. പട്ടിക്ക് കുരയ്ക്കുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം, പട്ടിക്ക് ആരെ വേണേലും കടിക്കുകയും ചെയ്യാം, മനുഷ്യനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കാലം. തൊട്ടുകൂടായ്മ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ട ദോഷം. നടന്നു വരുമ്പോൾ മഴിയിലെങ്ങും പോയി നിൽക്കാനൊക്കത്തില്ല, ചാടി ഓടിക്കോണം. എന്നേ ആറ്റി ചാടുകയോ, കുളത്തിൽ ചാടുകയോ, പോളയ്ക്കകത്ത് താടുകയോ, അല്ലെ ഓടി മറയോ ചെയ്തോണം, നിൽക്കാനൊക്കത്തില്ല. ശബ്ദമൊക്കെ ഉണ്ടാകും, ഹോയ് 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 എന്ന്. ഇന്നെങ്ങാനും അങ്ങനെ ശബ്ദം ഉണ്ടാക്കി എങ്ങാനും വന്ന അല്ല, കൈക്ക് ബലമുള്ള പിള്ളേരുണ്ട്. സ്തോത്രം. പണ്ടങ്ങനെ നടക്കുമെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള അന്ധകാരത്തിനും ഈ ഇരുട്ടിനുമൊക്കെ മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെ, മൺട്രോ സാഹിബിന്റെ ചരിത്രം വന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ബെഞ്ചമിൻ മെയ്ലി, അനേകം മിഷനറി വൈര്യന്മാർ ഈ ദേശത്ത് യേശുവിന്റെ, സായിപ്പന്മാരുടെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില അടച്ചങ്ങ് സായിപ്പന്മാരെ ആക്ഷേപിക്കുക, അല്ലല്ല, നല്ല സായിപ്പന്മാരുണ്ടായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ സായിപ്പന്മാര്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സായിപ്പന്മാര്, ആ മിഷനറി വൈര്യന്മാരൊക്കെ ഇവിടെ വന്ന് എത്രയോ പേര് ഇവിടെ ജീവിതം അവസാനിപ്പിച്ചു. സുവിശേഷത്തിന് വേണ്ടി അവരിവിടെ ജീവിതം ഏൽപ്പിച്ചു തന്നു. അവർ മുഖാന്തരം സത്യസുവിശേഷം, ദിവ്യസുവിശേഷം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ മട്ടും സ്ഥിതിക്കും മാറ്റം വന്നത്. ആട്ടെ, ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇരുട്ട് മാറ്റുന്ന മാർഗമാ ക്രിസ്തു. ഒന്ന്, അവൻ സ്തോത്രം, നമ്മുടെ അവൻ സ്തോത്രം, അവൻ ഭയം മാറ്റി. 2, നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. 3, ക്രിസ്തുയേശുവിന്റെ തിരുമരണത്താൽ ഇരുട്ട് മാറി. സ്തോത്രം. 4, തേജസ് ലഭിച്ചു.
അവിടെ അങ്ങനെ ആയിരിക്കുന്നത്. തേജസ് ചുറ്റി മിന്നിയെന്നല്ലയോ കർത്തദാസനെ. വായിച്ചേ, വായിച്ചേ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. തേജസ് അവരെ ചുറ്റി മിന്നി. തേജസ് അവരെ ചുറ്റി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഇരുന്ന ജനത്തിന് തേജസ് ലഭിച്ചു. ആ തേജസ് ലഭിച്ചത് യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാല എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അവൻ വശീകരണ ശക്തികളാൽ ഏദൻ തോട്ടത്തിൽ പാപം പ്രവേശിച്ചു. ആദ്യ മാതാപിതാക്കളാകുന്ന ആദമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കി കൽപ്പനകൾ കൊടുത്തു. തോട്ടം കാക്കണം, കാത്തില്ല. തോട്ടത്തിൽ പാമ്പ് കയറി സഹോദരികളുടെ അവനെ ചതിച്ച് വഞ്ചിച്ച് അവൻ ആദിമാതാവിനെ വകവരുത്തുവാൻ അവൻ വഞ്ചിച്ച് പാപം ചെയ്യിപ്പിച്ച് വിലക്കപ്പെട്ട കനി പറിച്ച് ഭക്ഷിച്ച് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. രണ്ടുപേരും ചതിക്കുടിയിൽ അവൻ പാപത്തിൽ അകപ്പെട്ടു. ആ പാപത്തിൽ അകപ്പെട്ടത് കൊണ്ട് എന്തെല്ലാം കുഴപ്പടി ഉണ്ടായി. പാമ്പ് അമ്മാമ്മയുടെ അടുക്കലാന്നല്ലോ ആദ്യം വന്നേ. ഞാൻ എപ്പോഴും പറയും, ആദ്യം പാമ്പ് വന്നപ്പം അമ്മാമ്മ അങ്ങ് ഒഴിച്ചു വിട്ടാ മതിയായിരുന്നു. ഇപ്പം വരണ്ട, അച്ചായൻ 4 മണിയാകുമ്പം വരും. തോട്ടത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞു. അന്നേരം ഞങ്ങളെ ഇവിടെ ആക്കിയ പുള്ളി മേളിൽ നിന്ന് വരും. നീ അന്നേരം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അങ്ങ് വിട്ടാ പോരായിരുന്നോ? മിണ്ടുകയല്ല. അമ്മേ പറയാമേ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തിരിച്ചു പോകാം. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരം സമ്മതിച്ചില്ല. ഇവന്റെ ആ ചിരിയും സംസാരവും ശൈലിയും ഇതെല്ലാം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എടാ അച്ചായൻ വരാറാ, നീ ഫോൺ നമ്പർ തന്നേച്ച് പോകാൻ. ഞാൻ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങ് പറയുക. അമ്മാമ്മ പാമ്പിന്റെ ഫോൺ നമ്പർ. അന്നേരം അമ്മാമ്മ ചോദിച്ചു, വാട്സപ്പ് ഉണ്ടോടാന്ന് ചോദിച്ചു. വാട്സപ്പുള്ള നമ്പർ വേണം. അപ്പൊ പാമ്പ് അമ്മാമ്മയ്ക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തു. അമ്മാമ്മ അങ്ങോട്ടൊരു മിസ് കോള് വിട്ടു. ആർക്ക്? പാമ്പിന്. പാമ്പ് സന്ധ്യയായപ്പോ ഇങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കുന്നത്. ഏതാ പാമ്പിന്റെ? അവനറിയാതല്ല കണ്ടോ. മൂപ്പാ. പിന്നെ ഇതാ ചിഹ്നം, പാമ്പിന്റെ നാക്ക്. അങ്ങനെ ഇത് തുടങ്ങിയത്. അവനാ നാക്ക് വെച്ച് നല്ല പ്രയോഗം അങ്ങ് നടത്തി. ചതിച്ചു, വശീകരിച്ച്, വഞ്ചിച്ച് അകപ്പെടുത്തി. വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വഞ്ചകനാകുന്ന പിശാചി വരെ വഞ്ചിച്ച് ചതിച്ച് പാപം ചെയ്യിപ്പിച്ചു. ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച പല കാര്യമുണ്ട്. ഒന്ന്, പാപം നിമിത്തമാ മരണം വന്നത്. സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണം സംഭവിച്ചു. 2, പാപം നിമിത്തം ആ ഭയമുണ്ടായത്. എല്ലാ ദിവസവും ദൈവം തമ്പുരാൻ വൈകുന്നേരത്ത് തോട്ടത്തിലോട്ട് വരുമ്പോൾ എന്റെ ഭാഷ പറയാ, ആ സ്തോത്രം കുഞ്ഞന്നാമ്മയും അയച്ചനും കൂടെ നടന്നു ചെല്ലുമായിരുന്നു. അപ്പൊ തോട്ടത്തിലെ ദൈവത്തിന്റെ കാലൊച്ച ശബ്ദം കേൾക്കുമ്പോ പറയും, അച്ഛാ വന്നു വാ, ഓടി ചെല്ലുമായിരുന്നു. അങ്ങനെ 3 പേരും കൂടെ തോട്ടത്തിൽ. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവം തോട്ടത്തിലേക്ക് വരുന്ന നടക്കുന്ന കാലൊച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ഭയമായി. മരത്തിന് മറഞ്ഞിരുന്നു. ഭയമുണ്ടായി. മരണം വന്നു, ശാപമുണ്ടായി, പാപമുണ്ടായി, ഭയമുണ്ടായി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇതിൽ ഈ പാപത്തിന്റെ പരിണിത ഫലമാ തേജസ് പോയി. തേജസ് പോയത് കൊണ്ടാണല്ലോ നാണം തോന്നിയത്, നഗ്നര നിറഞ്ഞത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ക്ഷണത്തിൽ ചെയ്ത പരിപാടി അത്തിയല കൂട്ടിത്തുന്നി അരയാട് കൊണ്ടാക്കി. അതും അത്ര സക്സസ് ആയില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ?
നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഇയാൾ എന്തിനാ ഇംഗ്ലീഷ് പറയുന്നതൊക്കെ ഞാനും ഒരെണ്ണോ എന്ന് പറയട്ടെ, പറയട്ടെ. പിന്നെ ഒരു ദിവസത്തെ യോഗമല്ലേ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പൊ പാപം ചെയ്യുന്നത് കൊണ്ട് അരയാടയുണ്ടാക്കി വിജയിച്ചില്ല, ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. തുണിക്കട കയറി തുണി എടുത്തച്ച് തൃപ്തിയായിട്ട് ഇന്ന് വരെ നീ പോന്നിട്ടുണ്ടോ? വീട്ടിൽ വന്ന് പിന്നെ ഇതില് നല്ലത് ആദ്യം കണ്ടതാണ്. ഇനി അച്ഛാ, ഇനി കടയെ കൊണ്ട് കൊടുത്ത് അവർ മാറി തരുമോ? അച്ഛ കുന്താൻ നീ 2.5 മണിക്കൂർ തന്നെ അവിടെ ഇരുത്തി വെച്ചു. ഷർട്ടും പാൻറ്റും എടുത്ത് അവിടെ നിന്ന് എടുത്ത് എല്ലാം ഇട്ട് നോക്കി വെച്ചാ വീട്ടിൽ വന്ന് പിന്നെ ഒന്നുകൂടെ നിലക്കണ്ണാടിയുടെ മുന്നിൽ വന്ന് നോക്കി ഇച്ചിരിയും കൂടെ ഇല്ലേ തൃപ്തി വരുന്നുണ്ടോ? സത്യം പറ. ചെല്ല് പറയുന്നല്ലേ, മോളി ഈ സാരി അങ്ങെടുത്തു. അമ്മമ്മേ, ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത, പക്ഷെ എനിക്ക് ഒന്നെടുത്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സത്യം പറ, നെഞ്ചത്ത് കൈവച്ച് സത്യം പറ അല്ലേ. പണ്ട് ഞങ്ങളുടെ 2 സഹോദരിമാരെ പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, 2 എണ്ണം തുണി എടുക്കാൻ പോയി, കൂടെ അച്ചായനും കൊണ്ട്. അച്ചായനെ താഴെ ഇരുത്തി, അയാൾ ഇരുന്നിരുന്ന് കുഴഞ്ഞു, 9 കാപ്പി കുടിച്ചു. കുത്തിയിരുന്ന് കുടിക്കുക, ഇതുങ്ങൾ മേളിലോട്ട് കയറി പോയിരിക്കുക തുണിയെടുക്കാൻ. തുണിയെടുത്തിട്ട് തള്ളക്ക് ബോധിക്കുന്നില്ല. അവസാനം ആ സെയിൽസ്മാനും അങ്ങ് കുഴഞ്ഞു. അതിങ്ങെടുക്കാൻ പറഞ്ഞു, അതിങ്ങെടുക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന തുണി മുഴുവൻ ഇവർക്ക് ബോധിക്കുന്നില്ല, ഒക്കുന്നില്ല. ഇവർ ചോദിച്ചു, ഇനി ഉണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണ്ട്, ഇനി എൻ്റെ ഈ തുണിയാ, ഇത് ഞാൻ ഉരിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാ പ്രശ്നമുണ്ടായില്ല, ഇനി ഞാൻ തൃപ്തി വരുന്നില്ലല്ലോ. എത്ര ഉടുത്തിട്ടും നിനക്ക് എത്ര സാരി ഉണ്ട് എന്നിട്ടും തൃപ്തി വരുന്നുണ്ടോ? എത്ര ചുരിദാറുണ്ട് തൃപ്തി വരുന്നു? എത്ര ഷർട്ടുണ്ട് എന്നിട്ടും അടുത്തൊരാൾ ഇട്ടോണ്ട് വരുമ്പോ നോട്ടോ ഇരിപ്പും കാണണം. എത്ര സാരി ഉണ്ട്? കാഞ്ചീപുരം ഉണ്ട്, കോട്ടൺ ഉണ്ട്, ബനാറസ് ഉണ്ട്, പിന്നെ ഏതാ അമ്മാമേ? ഏതാ? പോളിസ്റ്റർ. പിന്നെ ഇവ മൂപ്പ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എത്ര ടൈപ്പ്, ഏതെല്ലാം പട്ടുസാരി എത്ര എണ്ണം ഉണ്ട്, എന്നിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. അതെന്നാ കാരണം? ആരുടെ കുഴപ്പമാണെന്ന് പറയുന്നില്ല, പാപം പ്രവേശിച്ചത് കൊണ്ട് ആ ദൈവതേജസ് നഷ്ടപ്പെടുത്തി ഇന്ന് വരെ അതിന് തൃപ്തി വന്നിട്ടില്ല. എന്നാൽ ഇതിന് തൃപ്തി വരുത്തുവാൻ കഴിവുള്ളവനാ ക്രിസ്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുന്ന ഒരു സുദിനമുണ്ട്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുന്ന ഒരു സുദിനം വരും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം ചേർന്ന് പറ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ അപാകത മാറും, ഈ പാളിച്ച മാറുമെന്ന് യേശുവിന്റെ തിരുമരണത്താൽ നമുക്ക് തേജസ് ലഭിക്കുക. പാപത്തിന്റെ ചതുക്കുടിയാൽ, പാപത്തിന്റെ ശക്തിയാൽ, പാപത്തിന്റെ വഞ്ചനയാൽ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ തേജസ്, തേജോ പൂർണ്ണനായ തേജസ്സിൽ, മഹിമയുള്ള തേജസ്സിൽ അവൻ പ്രകാശിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടും. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലം ഏറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതെന്നാശയ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ.
ഞാൻ അത്ഭുത മന്ത്രി എന്നുള്ള ഒരു കാര്യം കൂടെ പറയണമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ഇന്ന് അതിന് തുനിയുന്നില്ല. ഒരു പോയിന്റ് കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന നേട്ടം, നമുക്ക് ലഭിച്ച ശ്രേഷ്ഠത, ഉപകാരം, നേട്ടം, ഒന്ന് ആമേൻ സ്തോത്രം, ഭയം മാറി. രണ്ട്, നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു രക്ഷകനെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ പറയുക നമ്മുടെ 3 ഇരുട്ട് മാറി. സ്തോത്രം. 4 തേജസ് ലഭിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കങ്ങ് നിർത്താം, മറ്റേ പോയിന്റിലോട്ട് വരുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞങ്ങ് ഈ ഭാഗത്ത് നിന്ന് 5 യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവന്ന 5ാമത്തെ നേട്ടം, നമുക്ക് സന്തോഷമുണ്ടായി. അതല്ലേ അവിടെ വായിക്കുന്നത്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സന്തോഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുപ്പിറവിയാൽ, യേശുവിന്റെ തിരുജനനത്താൽ മനുഷ്യവർഗത്തിന് കൈവന്ന 5ാമത്തെ നേട്ടം, നമുക്ക് മഹാസന്തോഷം. വെറും സന്തോഷമല്ല, മഹാസന്തോഷം. ഈ ഭൂമിയിൽ ആനന്ദിക്കാൻ കഴിവുള്ളവരും ആനന്ദിക്കാൻ യോഗ്യരും സന്തോഷിക്കാൻ പ്രാപ്തരും മറ്റാരുമല്ല, വേറുപെട്ട ദൈവമക്കളാ. ഒന്നുകൂടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. കാരണം യേശു ഉള്ളത്തിൽ വന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷമുണ്ടായി. ക്രിസ്തു നമ്മുടെ സമാധാനം. പണ്ട് കാലത്ത് സന്തോഷിക്കാനൊന്നും ഒക്കത്തില്ല, ചിരിക്കാൻ പോലും ഒക്കത്തില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ. ഇപ്പോൾ ഈ ലോകത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നത് വേർപെട്ട ദൈവമക്കളാ. പൗലോസ് കർക്കശമായി പറഞ്ഞു, കർത്താവിൽ സന്തോഷിക്കേ. സന്തോഷിപ്പിനെന്ന് പിന്നെ നിങ്ങളോട് പറയുക. ഈ ചിലര് ധരിക്കുന്നത് സന്തോഷിക്കുന്നതെല്ലാം പാപമാണ്. ആ നാളുകളിൽ അവൻ ആനന്ദിച്ച് പറഞ്ഞെന്ന. സന്തോഷിക്കണം. സന്തോഷത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷമായ തെളിവാ ചിരി. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് വേറെ വിഷയമാണ്. ചിരിക്കണം, സന്തോഷിക്കണം, കരയേണ്ട സമയത്ത് കരയണം. മാനസാന്തരത്തിന്റെ ദുഃഖമാണ്, അതും നല്ലതാണ്. ആനന്ദിക്കേണ്ട സമയത്ത് ആനന്ദിക്കണം. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാ. അതന്നെ ജീവിച്ച ക്രിസ്തുവിന്, മരിച്ച ലാഭം. ഏതോ ഭാരപ്പെടാനാ. ദൈവത്തിന് മഹത്വം. അവൻ നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷത സങ്കീർത്തനക്കാരൻ പാടി, ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നെന്ന് എന്ന് പറഞ്ഞാൽ, വലിയ കോടിക്കണക്കിന് കാശുള്ള വീട്ടിലെ കൊച്ചമ്മയെക്കാളും സന്തോഷം ചില സാധുക്കളായ സഹോദരിമാർക്കാ. 10 കോടി വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞന്നാമ്മ 55,000 കാഞ്ചീപുരം അടുത്തൊരു കസാര നിറച്ചിരിക്കുക, അനങ്ങാൻ പോലും മേല. ഇന്ന് വരെ കുഞ്ഞന്നാമ്മയ്ക്ക് ചിരിക്കാൻ പോലും, കാരണം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മെഡിക്കൽ കോളേജാ കുഞ്ഞന്നാമ്മ. എല്ലാ വിഭാഗവും ഉണ്ട്, ഓർത്തോയും ഉണ്ട്. മിണ്ടുന്നില്ല. എല്ലാം ഉണ്ട്. പുഞ്ചപ്പാടം 10 ഏക്കർ. പക്ഷെ കുഞ്ഞന്നാമ്മയ്ക്ക് കുത്തരിക്കഞ്ഞ് കഴിക്കാൻ മേല. ആ കണ്ടവല്ലാരുടെ, അയ്യോ അത് ഞങ്ങളുടെയാ. എത്ര ഏക്കറുണ്ട്? ഇവിടെ 10. എന്നാ ഇച്ചിരി ചോറ് തരട്ടെ. അമ്മമ്മയ്ക്ക് പിന്നെ എന്നാ വേണം? എനിക്ക് ഓട്സ് 2 സ്പൂണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണം? പാവയ്ക്ക കാണുമായിരിക്കും. അടുക്കള തങ്കയോട് ചോദിച്ചേ. തങ്ക മീനും ഇറച്ചിയെല്ലാം വെട്ടി അടിക്കുക. കൊച്ചമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് നിന്നെ പോലെ ഗതികേടുള്ള. മനസ്സിലാകുന്നുണ്ടോ? സ്വത്തല്ല സന്തോഷത്തിന്റെ മാനദണ്ഡം, തൂക്കമല്ല, തൂക്കം. എത്രയുണ്ട്? 108. 108 പറഞ്ഞ് മിണ്ടാൻ മറങ്ങാലിക്കാതെ. അന്നേരം 45 നല്ല പക്കി പറക്കും പോലെ പറന്നു പോകുന്നു. അവൻ പക്കി പറക്കുന്ന പോലെ പറന്നു പോകുന്ന 108 നോക്കിയിരിക്കുക വാതൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? കാശല്ല സന്തോഷത്തിന് അടിസ്ഥാനം, ആരോഗ്യവുമല്ല സന്തോഷത്തിന് അടിസ്ഥാനം, നിന്റെ കായബലവുമല്ല സന്തോഷത്തിന് അടിസ്ഥാനം. സന്തോഷിക്കാൻ കാരണം യേശു ഉള്ളത്തിൽ വന്നതാ. യേശു ഉള്ളത്തിൽ വന്നതാ.
അതാ സങ്കീർത്തനക്കാരെ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ. അവർക്ക് ധാന്യമൊക്കെ വർദ്ധിച്ചു, കളപ്പുരയൊക്കെ പാണ്ഡികശാലയൊക്കെ നിറച്ചു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇപ്പൊ ഇഷ്ടം പോലെ വസ്തു, ഏക്കർ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഏവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകി. അത്തിവൃക്ഷം തളർത്തെന്ന് വരികയില്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയില്ല, ഗോശാലകളിൽ കന്നുകാലി കണ്ടെന്നും വരികയില്ല. പക്ഷേ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ദൈവത്തിൽ ആനന്ദിക്കും, യേശുവിൽ ആനന്ദിക്കും. ഇന്ന് രാത്രി ആനന്ദിക്കുവാൻ, സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാ. ഇന്ന് രാത്രി നീ ദൈവമൈതലായി തീരണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ആ രക്ഷകനാകുന്ന കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറിയത്തോട് പ്രാർത്ഥിക്കരുത്, പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കരുത്. ഒരു കിഴക്കിന്റെ പരിശുദ്ധനുമില്ല, വടക്കിന്റെ പരിശുദ്ധനുമില്ല, പടിഞ്ഞാറിന്റെ പരിശുദ്ധനുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നീയല്ലോ ഏക പരിശുദ്ധൻ, ഒരേ ഒരു മധ്യസ്ഥൻ, യേശു ക്രിസ്തു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ഒരേ ഒരു മധ്യസ്ഥൻ, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു നായകൻ, ഒരേ ഒരു പരിശുദ്ധൻ, ഒരേ ഒരു ദൈവം. ആ ദൈവത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. നീ രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായി നീ ആചരിച്ച് വിശ്വസ്തയോടെ നിൽക്ക്. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവർ വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശുവിന്റെ തിരുജനനത്താൽ ഒന്ന് ഭയം മാറി, 2 നമുക്കൊരു രക്ഷകനെ കിട്ടി, 3 ഇരുട്ട് മാറി, സ്തോത്രം, 4 അവൻ തേജസ് ലഭിച്ചു, 5 നമുക്ക് സന്തോഷമുണ്ടായി. ഇന്ന് രാത്രി ഇത് പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് നല്ല അവസരം ദൈവം തരിക. ഇന്ന് രാത്രി സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇന്ന് രാത്രി യേശുവിനെ ഏറ്റെടുക്കുക.